അത് ബജ്റംഗ്, സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, TTEയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഛത്തീസ്ഗഡിലെ ദുർഗ സെൻട്രൽ ജയിലിൽ നിന്നും സിസ്റ്റർ വന്ദനയും അതോടൊപ്പം തന്നെ സിസ്റ്റർ പ്രീതിയും ജാമ്യത്തിലിറങ്ങി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ സന്തോഷമുണ്ട്. എന്നാൽ NIA കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രമാകട്ടെ ഇതുവരേക്കും റദ്ദാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അറസ്റ്റ് വരിച്ചതിരിക്കുന്നത് അന്യായമായിട്ടും അകാരണമായിട്ടുമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ പശ്ചാത്തലത്തിൽ ഇരിങ്ങാലക്കുട രൂപത സഭയോടുകൂടെ ചേർന്നുകൊണ്ട് ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല, ഈ സിസ്റ്റേഴ്സിൻ്റെ പേരിലുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യണം. NIA കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേസ് പിൻവലിക്കുകയും വേണമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എങ്കിലേ ഈ പ്രശ്നത്തിൽ യഥാർത്ഥ ആശ്വാസം കിട്ടിയെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ജാമ്യം നേടുവാൻ സഹായിച്ച എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളോടുള്ള നന്ദിയും സ്നേഹവും സഭയ്ക്കുണ്ട്. ജനപ്രതിനിധികൾ പലരും ഇതിലിടപെട്ടിട്ടുണ്ട്. അവരോടൊക്കെ നന്ദിയുണ്ട്. ആരൊക്കെയാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തിരിച്ചറിവ് സഭയ്ക്ക് ഉണ്ട്. അതാണ് KCBCയുടെ അധ്യക്ഷൻ അഭിമന്യ ക്ലിമിസ് പിതാവ് പറഞ്ഞതും അത് തന്നെയാണ്. ഇവിടെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ നല്ലൊരു ഇടപെടൽ നടത്തി ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് കാരണമായി. എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയട്ടെ. ജാതി, മത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ക്രൈസ്തവർ മാത്രമല്ല, നല്ലവരായിട്ടുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, സിഖ് സഹോദരങ്ങൾ ഈ അന്യായത്തെ അപലപിക്കുകയും അകാരണമായിട്ട് അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരമുള്ള ഹൈന്ദവ സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടുമുള്ള സ്നേഹവും നന്ദിയുണ്ട്. ഇനി സഭയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുണ്ട്. സഭ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ചേരുന്നതല്ല. പക്ഷേ സഭയ്ക്ക് ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള നിലപാടുകൾ ശക്തമായിട്ട് പ്രകടമാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പരാമർശിച്ചാൽ അതുമാത്രമാണ് സഭയുടെ നിലപാട് എന്ന് ആരും കരുതരുത്. സഭയുടെ നിലപാട് എപ്പോഴും ഔദ്യോഗികമായിട്ട് അതിൻ്റെ തലപ്പത്തുള്ളവർ പ്രകടമാക്കാറുണ്ട്. അതിപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് അകാരണമായിട്ടും അന്യായമായിട്ടുമാണ് എന്ന് കോടതി പോലും വിലയിരുത്തിയിട്ടുണ്ട്. യാതൊരു തെളിവും ഇതിന് കിട്ടിയിട്ടില്ല. 2 കുറ്റങ്ങളാണ് ആരോപിച്ചത്: നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്. ഇതിനു മുമ്പ് ഈ സിസ്റ്റേഴ്സിൻ്റെ പേരിൽ സീനിയറായിട്ടുള്ള സിസ്റ്റേഴ്സാണ്. ഇവരുടെ പേരിൽ ഒരു കേസും ഉണ്ടായിട്ടില്ല, ഒരു കുറ്റവും ഉണ്ടായിട്ടില്ല. ഇവരിപ്രകാരം ചെയ്തതിന് യാതൊരു തെളിവുമില്ല. മതപരിവർത്തനം എന്ന് പറയാനായിട്ടാകില്ല എന്നുള്ളതിൻ്റെ വളരെ തെളിവാണ് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പം മുതൽ ക്രൈസ്തവരായിരുന്നു, ഞങ്ങൾ വർഷങ്ങളായിട്ട് ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നവരാണ്, പിന്നെ എങ്ങനെയാണ് ഞങ്ങളതിന് വീണ്ടും മതപരിവർത്തനം നടത്തുന്നത്? മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന അവരെ ക്രൈസ്തവ മതത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുത്താനാണോ? അതുപോലെ തന്നെ മനുഷ്യക്കടത്ത്, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളാണ്. ഇത് മതേതരത്വ രാഷ്ട്രമാണ്, സ്വതന്ത്രമായിട്ട് ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന് മനുഷ്യക്കടത്തായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് ആർക്കാ സാധിക്കുക? അങ്ങനെയെങ്കിൽ ഇവരെ അകാരണമായിട്ടും അന്യായമായിട്ടും
പരസ്യ വിചാരണ ചെയ്തവർ, ഇവരെ കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്തവർ, അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ ടി ടി അകാരണമായിട്ട് മത തീവ്രവാദികളെ വിളിച്ചു ചേർത്തവർ, അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നില്ല? മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്യണം. ഈ കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ പരാതി സ്വീകരിച്ചിട്ടില്ല. ഇതുവരേക്കും അവരുടെ പേരിൽ കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. അത് ബജ്റംഗ്, സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, ടിയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അതിൽ തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഭാരതത്തിൽ 4694 പീഡനങ്ങൾ, അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നതായിട്ട് 2014 മുതലുള്ള പഠനത്തിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തെളിയിച്ചിട്ടുണ്ട്.